അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? അല്ലാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ നബി തങ്ങൾ 7 വഴികൾ പറഞ്ഞു തരികയാണ്. 7 വഴികൾ അല്ലാഹു പറഞ്ഞു തരികയാ. അതിലെ ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാ. ഭർത്താവിന്റെ സ്നേഹമല്ല, ഭാര്യയുടെ സ്നേഹമല്ല, മക്കളുടെ സ്നേഹമല്ല, കൂടപ്പിറപ്പിന്റെ സ്നേഹമല്ല, കണ്ടവന്റെ ഭാര്യയുടെ സ്നേഹമല്ല, കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പ്രേമമല്ല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബിന്റെ സ്നേഹം നിനക്ക് വേണോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹു മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, ജിബ്രീല്, ഞാൻ സിറാജിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ജിബ്രീല്, നീയും ഇഷ്ടപ്പെടണം ജിബ്രീല്. അല്ലാഹു ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീല് മറ്റുള്ള മലക്കുകളോട് പറയുകയാണ്, ഒരാളെ അല്ലാഹു സ്നേഹിച്ച ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ആ മനുഷ്യനെ സ്നേഹിക്കുമടോ. അതാണ് അല്ലാഹുവിന്റെ സ്നേഹം. ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? ബലാമൻ ഔഫാ ബിഅഹദിഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹനെ പേടിച്ച് ജീവിക്കണം സഹോദരാ, തഖ്വയുള്ളവനാകണം സഹോദരാ, ജീവിതത്തിൽ ഇഖ്ലാസ് വേണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹ് ആരാണെന്ന് നീ പഠിക്കൂ. നിനക്ക് അല്ലാഹു ഇന്ന് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമതായി നിനക്ക് വേണ്ട നല്ല കാര്യം എന്തെന്നറിയോ? അല്ലാഹ് ആരാണെന്ന് നീ പഠിക്കൂ. നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാ? നിനക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹനെ കുറിച്ച് നമുക്കറിവില്ലല്ലോ. അല്ലാഹ് ആരാണെന്നറിയില്ലല്ലോ. അല്ലാഹുവിന്റെ സിഫത്തുകൾ നമുക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആരാണെന്ന് ആദ്യമായിട്ട് പഠിക്കണമല്ലോ. നമ്മളെ പടച്ച റബ്ബാണ് അല്ലാഹ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അറിവ് നിനക്കുണ്ടോ ബാപ്പാ? വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. അല്ലാഹ് ആരാണെന്ന് പഠിക്കണം. അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം. അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം. വെറുതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. മോനെ, ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വഴുത കേൾക്കാമെന്നവരോട് പറയുകയാണ്, അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ. അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അല്ലാഹ് ഇറങ്ങണം പെങ്ങള്. അല്ലാഹ് ഇറങ്ങിയാ പിന്നെ ആരാകുമെന്നറിയോ? അല്ലാഹ് ഇറങ്ങിയാൽ ആരാകുമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹ് ഇറങ്ങിയാൽ പിന്നെ ആരായി മാറുമെന്നറിയോ? നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ, സുലൈഖയുടെ ചരിത്രം അറിയുമോ മോളെ? സുലൈഖയുടെയും യൂസുഫിന്റെയും പാട്ട് കേൾക്കുന്ന പെങ്ങള്, ആ സുലൈഖയുടെ ചരിത്രം നിനക്കറിയോ? പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ സുലൈഖ മതിമറന്നു പോവുകയാണ്. യൂസുഫിന് വല്ലാത്ത സൗന്ദര്യമാണ്, ആര് കണ്ടാലും കൊതിച്ചു പോകുമല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്
സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി തന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റുകയാ. ആരും കാണാതെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റി വാതിലുകൾ അടച്ചു. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു, ശരീരത്തിൽ സുഗന്ധം ധരിച്ചു. കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് കയറി വന്ന യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു കിടത്തിയിട്ട് സുലൈഖ പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ, എനിക്ക് നീ ജീവനാടാ യൂസുഫേ, നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫേ. ഒരാളും അറിയില്ലടാ ഈ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് എന്ത് ചെയ്താൽ ഒരു മനുഷ്യനും കാണില്ല, ഒരു മനുഷ്യനും അറിയില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ. രാജകുമാരിയായ സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുലൈഖ ഖാല മഅദല്ലാഹ്, സുലൈഖ ഈ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് കിടന്ന് എന്ത് ചെയ്താൽ ആരും കാണില്ല എന്ന് നീ പറയുന്നല്ലോ. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് സുലൈഖ. എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സുലൈഖയെ തന്റെ ശരീരത്തിൽ നിന്ന് പിടിച്ചങ്ങ് തള്ളി മാറ്റുകയാണ്. എന്നിട്ട് വീടിന്റെ മണിയറയുടെ റൂം തുറന്നിട്ട് യൂസുഫ് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ സുലൈഖ കമീസ് പിടിച്ചു വലിച്ച് കീറുകയാ. ചരിത്രമറിയുമല്ലോ പെങ്ങള്. സുലൈഖയ്ക്ക് ദേഷ്യമായി. പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്ത് അടച്ചല്ലോ, വർഷങ്ങളോളം ജയിലിനകത്ത് കിടന്നല്ലോ, ഒരുപാട് കൊല്ലം കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ഇനിയാണ് ചരിത്രം പഠിക്കേണ്ടത്. സുലൈഖ യൂസുഫിനെ കേറി പിടിച്ച ചരിത്രമല്ലേ നിനക്കറിയോ? എന്നാൽ ഇനിയൊരു ചരിത്രമുണ്ട് പെങ്ങള്. സുലൈഖ സാധാരണ ഒരു പെണ്ണായിരുന്നില്ല. സുലൈഖയെ നീ മോശക്കാരിയായി കാണരുത്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അധികാരമേൽക്കുകയാ. സുലൈഖാനെ വിവാഹം കഴിക്കുകയാ. സുലൈഖാനെ വിവാഹം കഴിക്കുകയാ. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാവുകയാണ്. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. എന്നിട്ട് മണിയറയിലേക്ക് ചെല്ലുമ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയുമായിട്ട് സഹകരിക്കുന്നില്ല. ഒരു ഭർത്താവിനോട് ഭാര്യ സഹകരിക്കേണ്ട രീതിയിൽ സുലൈഖ ബീബി റളിയല്ലാഹു തആല യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു എന്നെ ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള മോഹം കാരണം നീ കേറി എന്നെ പിടിച്ചവളാ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും എന്തും ചെയ്യാനുള്ള അനുവാദം അല്ല തന്നിട്ടുണ്ട്. ഇന്ന് ഹലാല, നീ എൻ്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവ്, നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തു പറ്റി സുലൈഖ നിനക്ക്? എന്തുകൊണ്ടാണ് നീ എന്നോട് സഹകരിക്കാത്തത്? യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തുകൊണ്ടാ എന്നെ ഇത്രയും പ്രേമിച്ച് നടന്ന നീ ഇന്ന് എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല? അപ്പോഴാണ് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? യൂസുഫേ, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള പ്രേമമായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള മോഹമായിരുന്നു. എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കയറി പിടിച്ചത്. പക്ഷേ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീയല്ല.
ഇന്നെൻ്റെ ഹൃദയം മുഴുവനും നീയല്ല, എൻ്റെ ഹൃദയം മുഴുവനും അള്ളാഹുവാണ് യൂസുഫെ, അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹദി സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ. ഇതാണ് അള്ളാഹ്, ഇതാണ് അള്ളാഹ്. ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ളാഹ് കയറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ ഒന്നിൻ്റെയും ആവശ്യം അവർക്കില്ല, പിന്നെ ഒന്നിൻ്റെയും ആവശ്യം അവർക്കില്ല. അള്ളാഹു ഹൃദയത്തിനകത്ത് കയറണം. അള്ളാഹു ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരാടാ നമുക്ക് പിന്നെ എന്താണ് ചിന്തിക്കാനുള്ളത്? വയലുകൾ കാമെന്ന ഉപ്പാ കടത്തിണ്ണയിൽ ഒരുമിച്ച് കൂടുമ്പോ അള്ളാടെ പള്ളിയുടെ അസറ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങിയിട്ട് പള്ളിയുടെ മുറ്റത്ത് വെച്ച് നീ ചർച്ച ചെയ്യുന്ന വിഷയമേതെന്നറിയോ? ഏക സിവിൽ കോഡ് വരാൻ പോകുകയാണ്. പടച്ചവനെ, പൗരത്വ ബില്ല് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു. നിനക്ക് പേടിയാ, നിനക്ക് പേടിയാ. നിന്റെ ഭയം അതാണടോ സഹോദരാ. പടച്ചവനെ, ഈ ശത്രുക്കൾ മുഴുവനും അധികാരം പിടിച്ചെടുക്കുകയാണ്. നമ്മളൊക്കെ എന്തു ചെയ്യും? നമ്മളൊക്കെ എന്തു ചെയ്യും? എങ്കിലും വാപ്പാ, നിനക്കാരാ, നിനക്ക് അല്ലാഹനറിയോ? ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കേറിയാ അവർക്ക് അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കേറിയാ അവൻ അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ടോ? അല്ല അവന് കൊടുക്കുന്ന ഒരു മഹത്വമുണ്ടോ? ആ പ്രതിഫലം ഏതെന്നറിയോ? ഈ ലോകത്തവൻ അല്ലാഹനെ അല്ലാതെ ആരെയും പേടിയില്ല. ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കയറിക്കഴിഞ്ഞ, ഈമാൻ ഉറച്ചു കഴിഞ്ഞ, ഈ ലോകത്തവൻ അല്ലാഹനെ അല്ലാതെ ആരെയും അവന് ഭയമില്ല. ഒരു ഭരണാധികാരിയും അവന് പേടിയില്ല. എത്ര വലിയ ശത്രുവിനെയും അവന് പേടിയില്ല. ഈ ലോകത്തവൻ അല്ലാഹനെ അല്ലാതെ ആരെയും അവന് ഭയപ്പെടാറില്ല. അത് അല്ല കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠതയാ, അല്ല കൊടുക്കുന്ന ഒരു സ്ഥാനമാ. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ ചരിത്രം അറിയില്ലേടാ ചെറുപ്പക്കാരാ? ഖത്താബിന്റെ മകൻ ഉമർ, കാട്ടാളനായ ഉമർ, കരുണയില്ലാത്തവനായ ഉമർ. ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ? പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് അതാ കടന്ന് കരയുകയാണ്, ഭക്ഷണം കഴിക്കാതെ കരയുകയാണ്. ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞ കരയുന്ന കുഞ്ഞ് കരച്ചല് നിർത്തും പെങ്ങളെ. ഉറങ്ങാത്ത കുഞ്ഞ് ഉറങ്ങും പെങ്ങളെ. ഭക്ഷണം കഴിക്കാത്ത മക്കള് ഭക്ഷണം കഴിക്കും പെങ്ങളെ. ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഖത്താബിന്റെ മകൻ ഉമറിനെ പേടിയാ. ഉമർ തങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയണോ? ഉമർ ആരായിരുന്നെന്നറിയണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസികളുടെ മുമ്പിൽ ഒരാള് ഓടി വന്നിട്ട് പറയുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്താ? എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കഴുതയുണ്ടല്ലോ, ഈ വീടിന്റെ മുമ്പിൽ കെട്ടിക്കെട്ടിരിക്കുന്ന കഴുതയുണ്ടല്ലോ, ഇത് മുസ്ലിമായെന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. എന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ വിശ്വസിക്കൂല. കാരണം ഉമർ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോകുകയാണ്. ഊരി പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോ സ്വഹാബ
സ്വഹാബികളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവര് ഭയന്നു പോയി. ഉമറാണ് വരുന്നത്. കരുണയില്ലാത്തവനാണ്, കാട്ടാളനാണ് ഉമർ വരുന്നു എന്ന് കേൾക്കുമ്പോ എല്ലാവരും ഭയക്കുകയാ. സ്വഹാബികൾ അവിടെ നിന്ന് പേടിക്കുകയാ. പടച്ചവനെ ഊരിപ്പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ തടയുകയാ. ആരാ തടഞ്ഞതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ അകത്ത് കയറിക്കോ. മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് നബി തങ്ങളുടെ മുമ്പിൽ പോയി മുസ്ലിമാകാം, ജീവനോടെ തിരിച്ചു പോകാം. അല്ല, നബി തങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണെങ്കിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മുസ്ലിം ആകാൻ വന്നതാണെങ്കിൽ അകത്ത് കയറി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയിക്കോ, പൊക്കോ. നബിതങ്ങളെ എന്തെങ്കിലും നീ ചെയ്ത ജീവനോടെ ഇതിനകത്ത് നിന്ന് പോകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ലോകത്താദ്യമായിട്ടാ ഉമറിനോട് ഇങ്ങനെ ഒരാൾ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദ്യമായിട്ടാ ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്, നിന്നെ ഞാൻ കൊന്നുകളയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങൾ തന്നെ ചോദിച്ചു, നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ അള്ളാനെ അല്ലാതെ ഈ ലോകത്താരെയും ഭയക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ, വേറെ ഒന്നിനെയും അവൻ ഭയക്കൂല. അതൊരു ഈമാൻ കിട്ടുമ്പോൾ അല്ല കൊടുക്കുന്ന ഒരു പദവിയാ. ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കയറി കഴിയുമ്പോൾ അല്ല കൊടുക്കുന്ന വലിയൊരു സ്ഥാനമാത്. ഭയമില്ലടോ, ഒന്നിനെയും പേടിയില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും അവന് ഭയപ്പെടില്ല, അവന് മരണവും പേടിയില്ല, ഒന്നിനും അവന് പേടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഒരു ഈമാൻ, അതാണ് ഹൃദയത്തിനകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സഹാബിയ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ഹജ്ജാജ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു പിടിച്ചുകൊണ്ടുപോയി. പ്രവാചകനാണെന്ന് വാദിക്കുന്നവനാ ഹജ്ജാജ് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് സഈദ് ഇബ്നു ജുബൈറിനോട് പറഞ്ഞു, ഞാൻ പ്രവാചകനാണെന്ന് നീ പറയണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല, നീ എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജാജിനോട് പറയുന്നയടാ, നീ കള്ളനാടാ. തന്റെ അനുയായികൾ മുഴുവനും നിൽക്കുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, നീ കള്ളനാ, നീ കള്ളപ്രവാചകനാ. പടച്ചവനെ, ഹജ്ജാജ് നാണം കെടുകയാണ്. ഹജ്ജാജ് പറഞ്ഞു, ഇവനെ പിടിച്ചുകെട്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവന്റെ കഴുത്ത് വെട്ടി മുറിക്ക്. സുബ്ഹാനല്ലാഹ്. ഹജ്ജാജിന്റെ മുമ്പിൽ തന്നെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ കൈകാലുകൾ കെട്ടിക്കൊണ്ട് വന്നു. പടച്ചവനെ തലവെക്കുകയാണ്. എന്നിട്ട് തലവെട്ടി മുറിക്കാൻ പോകുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാമെന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കൈവിറയ്ക്കുകയാ. കാരണം സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ ചിരിക്കുകയാ. പടച്ച റബ്ബേ, ഹജ്ജാജ് പറഞ്ഞു, ഞാൻ വെട്ടാ, എനിക്കൊരു പേടിയുമില്ല, ഞാൻ അവന്റെ തല വെട്ടി മുറിക്കാം. പടച്ചവനെ,
സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ ഹജ്ജാജ് ഇറങ്ങി വരികയാണ്. ആ കഴുത്തിലേക്ക് കഥാ വാളപടന്ന് വെട്ടിയിറക്കുകയാ. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അവിടുന്ന് ഷഹീദാകുമ്പോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ച റബ്ബേ, അതാ ഹജ്ജാജ് വൈദ്യന്മാരെ വിളിക്കുകയാ. വൈദ്യന്മാരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരുപാട് പേരെ നമ്മൾ തലവെട്ടി കൊന്നിട്ടുണ്ട്, ഒരാളുടെയും രക്തം ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം ഈ കാണുന്ന സ്ഥലം നിറഞ്ഞു പുറത്തു പോകുന്നത്. അതുകൊണ്ട് എന്തേ അതിന്റെ കാരണമെന്ത്? അതിന്റെ കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹജ്ജാജിന്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാര് പറഞ്ഞതെന്തെന്നറിയോ? നമ്മൾ ഒരാളെ കൊല്ലാൻ കൊണ്ടുവരുമ്പോ അവൻ പേടിച്ചു മരിച്ചു പോകും. അവന് പേടിച്ചു മരിച്ചു പോകും. 80% മരിച്ച ഒരുത്തനെ കൊണ്ടുവന്നിട്ടാ തല വെട്ടുന്നത്. പക്ഷേ ഈ സഈദ് ഇബ്നു ജുബൈറിന് പേടിയില്ല, മരിക്കാൻ പേടിയില്ല. വല്ലാത്ത ഒരു ധൈര്യമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ മോനെ. ആരാണ് അല്ലാഹ് പഠിക്കടാ. അല്ലാഹ് ആരാണെന്ന് പഠിക്കടാ ചെറുപ്പക്കാരാ. എന്തിനാ നീ പ്രതീക്ഷ കൈവിടുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്, പരീക്ഷയ്ക്ക് തോറ്റാ നരമ്പ് മുറിക്കുകയാ, വിഷമടിക്കുകയാ, ജോലി നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്യുകയാ. ഇല്ല ചെറുപ്പക്കാരാ, അല്ലാഹ് ആരാണെന്ന് പഠിക്കണം മക്കള്. ഉപ്പമാരേ, അല്ലാഹു അമാനത്തായി നൽകിയിരിക്കുന്ന പൊന്നാര മക്കള് നശിപ്പിച്ച് കളയുന്ന വാപ്പാ, നശിപ്പിച്ച് കളയുന്ന പെങ്ങള്, നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലേ പെണ്ണ്? അതാ മക്കള് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈല് കൊടുക്കണമല്ലോ, ചുമ്മാതെ ഇരിക്കണമെങ്കിൽ മൊബൈല് കൊടുക്കണമല്ലോ. മൊബൈല് കൊടുത്തു തന്റെ മക്കളെ പഠിപ്പിച്ച ഉമ്മ കണ്ണുനീര് കുടിക്കുന്നത് കണ്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പരിസരത്താണല്ലോ. ഇവിടെയല്ലേ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശിആറായ തൊപ്പിയുണ്ടല്ലോ, ആ തൊപ്പിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്തു ഭാഷയാടോ പറയുന്നത്? മ്ലേച്ഛമായ, വൃത്തികെട്ട, മോശമായ, കേട്ടാൽ അറപ്പ് തോന്നുന്ന വാക്കുകൾ പറയുമ്പോ അല്ലാ, അവന് ജയ് വിളിക്കാം. 30-കാരനല്ല, 25-കാരനല്ല, 55-കാരനല്ല. വളരെ വൃത്തികെട്ട പാട്ടുകൾ പാടുമ്പോ അവന് ജയ് വിളിക്കാൻ പോയത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ. 8ലും 9ലും 10ലും പഠിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വളർത്തുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. എന്തു പറ്റി സമുദായമേ? എന്തിനാ അവനെ കുറ്റം പറയുന്നത്? അവനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട. ആ ചെറുപ്പക്കാരനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട. അവനെ നന്നാക്കാൻ നമ്മളാരും പോകണ്ട. പക്ഷേ നീ നന്നാക്കേണ്ടത് നിന്റെ മക്കളെയാ. നീ ആദ്യം നിന്റെ മോനെ നന്നാക്ക്, നിന്റെ മകളെ നന്നാക്ക്. അവർക്ക് മൊബൈല് കൊടുത്തത് നീയല്ലേ, അവരെ പിഴപ്പിച്ചത് നീയല്ലേ, അവരെ നശിപ്പിച്ചത് നീയല്ലേ. അല്ലാഹുവോട് മക്കള് പറയുന്നു, അല്ലാ, എന്നെ പിഴപ്പിച്ചതെന്റെ വാപ്പയാ, എന്നെ നശിപ്പിച്ചതെന്റെ ഉമ്മയാ. ഇവരെ ആദ്യം നരകത്തിലെറിയണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കേ. തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി കാണാം. ഓന്റെ പേരെന്താപ്പ അറിയോ? എന്തിനാ വല്ലവന്റെ പേര് നമ്മൾ പറയുന്നത്? അവന്റെ ഇറച്ചി ഞാൻ തിന്നണില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നമ്മൾ എന്തിനാ അവനെ കുറ്റം പറയുന്നേ? കൊടുങ്ങല്ലൂർ പാട്ട അവൻ പാടുന്നത്, സുബ്ഹാനല്ലാഹ്.
അവൻ പറയണത് എന്താണെന്ന് അവന് തന്നെ അറിയില്ല. അവന് വേണ്ടി നമ്മുടെ മക്കൾ ഇറങ്ങാം. ഈ ഉമ്മത്തല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചെറിയ മക്കളുടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ ഈ അടുത്ത് ഇന്നലെ മെലഞ്ഞാന്നും കണ്ടോ, ഞാൻ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു ചെറിയ കുട്ടി അവന്റെ റൂമിനകത്തിരുന്നിട്ട് ലൈവ് ഇടുകയാ. യൂട്യൂബിൽ കയറി നോക്കി ആർക്ക് വേണമെങ്കിലും കാണാം. ആ ചെറിയ കുട്ടി ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാ. ഗെയ്സ് എങ്ങനെ വിളിക്ക, എന്താ അതിന്റെ അർത്ഥം? ഈ ഗെയ്സ് എന്ന് പറഞ്ഞ എന്താ അങ്ങനെ വിളിക്ക? എന്താണ് മക്കൾ അറിയോ? അങ്ങനെ എന്താന്ന് എനിക്കറിയില്ല. ആ ചെറിയ കുട്ടി പറയുകയാ, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും എന്നെ പിന്തുടരണം. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നുണ്ട്. അവന്റെ അമ്മ. അവനെ 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയും നൊന്തു പ്രസവിച്ച അവന്റെ മാതാവ് വീടിന്റെ വാതിലിൽ തട്ടുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി പറയുക, പണ്ടാരൻ തള്ള വന്ന് കിടന്ന് വിളിക്കുന്നു, ഞാൻ പോവാണെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ ഉമ്മയെ അവൻ വിളിച്ചതാണ്. അവൻ പറഞ്ഞ വാക്ക്, ഒരു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറിയ കുട്ടി ലൈവിലൂടെ പറയുകയാ, ഈ പണ്ടാരൻ തള്ള വന്ന് വിളിക്കുന്നെന്ന്. എവിടെ എത്തിയടോ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇന്ന് വാപ്പാടെ കയ്യിൽ ചെറിയ ഫോൺ, മക്കളുടെ കയ്യിൽ ടാബ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിന്നണമെങ്കിൽ ഫോണ്, ഉറങ്ങണമെങ്കിൽ ഫോണ്, നിനക്കൊക്കെ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ മക്കളുടെ കയ്യിൽ ഫോണ്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. ഞാൻ ആ വീട്ടിൽ താമസം കയറലായിരുന്നു, പോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പോയി. ഞാൻ ആ വീട്ടിൽ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുമുണ്ട്. റസാഖ് അബ്രാരിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ 2-3 ഉസ്താദന്മാർ ആ വീട്ടിൽ പോയി ഫാത്തിഹ ഓതി ദുആ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മുമ്പിൽ 3 മക്കൾ ഇരുന്നിട്ട് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത്രയും പേര് അവിടെ പോയി ദുആയും ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ടും ആ മക്കൾ അറിഞ്ഞിട്ടില്ല. ആ മക്കളെ തിരുത്താൻ ആ വീട്ടിൽ ഒരു വാപ്പ പോലും ഇല്ലാതെ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ മക്കളെ വളർത്തുന്നത് എങ്ങനാ? എങ്കിലും മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വളർത്തി. തൻ്റെ സഹോദരങ്ങൾ മുഴുവനും യൂസുഫ് എന്ന് പറയുന്ന ചെറിയ അനുജനെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കിയ ചരിത്രം നമുക്കറിയാം. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയെ കൊണ്ടുപോയി കൂടപ്പിറപ്പുകൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ മകൻ പൊട്ടക്കിണറ്റിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന സമയം അള്ളാഹുവിനോട് വിളിക്കുകയാ. അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, നീ എന്നെ കൈവിടല്ലേ അല്ലാ. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി വാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല ആരാണെന്ന് യൂസുഫിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ കൂടപ്പിറപ്പുകൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കിണറ്റിലേക്ക് താന്നുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടി അള്ളാഹുവിനോട് പറയുകയാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവനെ, നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിബ്രീലിനെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ജിബ്രീലേ, നീ പോയിട്ട് യൂസുഫിനെ രക്ഷപ്പെടുത്തണം. നബിതങ്ങളോട് ജിബ്രീൽ പറയുന്നുണ്ട്, അല്ല ഇത് എന്നോട് പറയുമ്പോ ഞാൻ അള്ളാന്റെ അർശിന്റെ താഴെ നിൽക്കുകയാ. അള്ളാഹു എന്നോട് ഇത് പറയുമ്പോ ഞാൻ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ നിൽക്കുകയാ. യൂസുഫ് നബി കിണറ്റിൽ താന്നുകൊണ്ടിരിക്കുകയാ. ആ അർശിൽ നിന്ന് ആ കിണറ്റിന്റെ അടിയിലേക്ക് വരാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി പൊട്ടക്കിണറ്റിനടിയിലെത്തിയപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കയ്യിൽ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നനഞ്ഞു കിടന്നിരുന്ന പാറയുടെ മുകളിലേക്ക് പിടിച്ചിരുത്തിയിട്ട് അവിടെയും പറഞ്ഞു കൊടുത്തു, യൂസുഫേ, നീ പേടിക്കണ്ട, അല്ല നിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു തന്നത് വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അല്ല ആരാണെന്ന്.
വാപ്പ പഠിപ്പിച്ചു കൊടുത്തു അള്ളയാരാണെന്ന്. നീ പഠിപ്പിച്ചു കൊടുത്തോ വാപ്പാ, നീ പഠിപ്പിച്ചു കൊടുത്തോ പെങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ആദ്യം അള്ളയാരാണെന്ന് പഠിക്കൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കടന്നു വരട്ടെ. അള്ളാഹു ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ. അള്ളാഹു നിന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നാൽ നിന്റെ കണ്ണല്ലാഹുവാണ്, നിന്റെ ചെവി അല്ലാഹുവാണ്, നിന്റെ കൈ അല്ലാഹുവാണ്, നിന്റെ കാലല്ലാഹുവാണ്, നിന്റെ ഹൃദയം അല്ലാഹുവാണ്. പടച്ചവരെ, പിന്നെ നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കൈ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാ. ഈ കണ്ണുകൊണ്ട് എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാ. നീ അല്ലാഹുവിലേക്ക് നടന്നു പോയാൽ അല്ല നിന്നിലേക്ക് ഓടി വരുമല്ലോ. നീ ഒരു മുഴമെടുത്താൽ അല്ലാഹു ഒരു മാറെടുക്കുമല്ലോ. ഇത് നബിതങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കൂ, നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കൂ. അല്ലാഹുവിലേക്ക് അടുത്താ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅദ കേൾക്കാമെന്ന മുസ്ലിമേ, അല്ല ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ഒന്നാമത്തെ വഴിയ് പടച്ചവനെ ഭയന്നുകൊണ്ട് ജീവിക്കല, അല്ലാഹനെ ഇഷ്ടപ്പെടല, അല്ലാഹുവിനെ ഇഷ്ടപ്പെടല. രണ്ട് വിശദീകരിക്കുന്നില്ല. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആതികും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്ന പറയുകയാണ്, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെടണമെങ്കിൽ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കമ കൂട്ടായി രഹസ്യമായി പരസ്യമായി ഞാനും നിങ്ങളും ചെയ്തു വെച്ച പാപമുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവൻ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റു പറഞ്ഞ, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്ത അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരാളുടെ ജീവിതത്തിൽ ചെയ്ത പാപമുണ്ടല്ലോ, എടോ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. തഴമ്പുള്ളവനും താടിയുള്ളവനും ഹാഫിളും ആലിമും പ്രഭാഷകരും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളാരും മലക്കുകളല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാ, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾ തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറയണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 5 കാര്യങ്ങള് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. 5 കാര്യങ്ങൾ പിന്നെ ചെയ്യാ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കരുത്. ആ 5 കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കല്ലേ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കല്ലേ. നാളെ ചെയ്യാ, നാളെ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബയെ മാറ്റിവെക്കരുത്. നബിതങ്ങൾ പറഞ്ഞു, 5 കാര്യം ചെയ്തിട്ടേ മരിക്കാവൂ, 5 കാര്യങ്ങൾ ചെയ്തിട്ടേ മരിക്കാവൂ. 5 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ? ഉപ്പാ, തൗബ ചെയ്തിട്ടേ നീ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വാപ്പാ മുടി നരച്ചില്ലേ, പ്രായമായില്ലേ, ഒരുപാട് രോഗമായില്ലേ, കൂടപ്പറപ്പും കുടുംബക്കാരും കൂട്ടുകാരും കൂടെ പഠിച്ചവനും ആറടി മണ്ണിലെ കബറിനകത്ത് എത്തിയില്ലേ വാപ്പാ, നന്നാകാൻ ആഗ്രഹമില്ലേ, ഒന്ന് നന്നാകാൻ മോഹമില്ലേ? പെങ്ങളെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണം പെങ്ങള്. ഹജ്ജിന്റെ മാസമാ, ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക പറഞ്ഞുകൊണ്ട് ഹാജിമാർ നടക്കുന്ന മാസമാ. ഈ മാസത്തിൽ അല്ലാഹുവോട് തൗബ ചെയ്യണമല്ലോ, പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമല്ലോ. എല്ലാവരും ദുആ ചെയ്യുന്നുണ്ടോ, എല്ലാവരും തൗബ ചെയ്യുന്നുണ്ടോ? പക്ഷേ സ്വീകരിക്കുന്നില്ല, തൗബ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല, ഷോ കാണിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് മണിക്കൂർ ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയുന്നത് ഒരു വാക്കാണോ, പറയുന്നത് ഒരു വാക്കാണോ? അതിൽ ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. പെങ്ങളെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞാ പോരാ, ആ അസ്തഗ്ഫിറുല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയണം പെങ്ങള്, ഇഖ്ലാസോട് കൂടി പറയണം പെങ്ങള്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ വെള്ളത്തിന് ക്ഷാമമാ, വെള്ളമില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾക്ക് വെള്ളമില്ല നബിയേ, അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു മഴ വാങ്ങി തരണം നബിയേ. ജനങ്ങൾ മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്. അങ്ങനെ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബിയുടെ മുമ്പില് 70,000-ൽ പരം വരുന്ന ജനസാഗരം ഒരുമിച്ച് കൂടിയിരിക്കുകയാ. മൂസാ നബി അവിടെ നിന്ന് കൈ ഉയർത്തുകയാണ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്തു, അല്ലാ മഴ തരണേ അല്ലാ, വെള്ളക്ഷാമമാണല്ലാ. മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ഇല്ല മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ. എന്തേ ജിബ്രീലേ, എന്തേ ജിബ്രീലേ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തേ ജിബ്രീലേ? അവിടെന്ന് പറയുന്നു, മൂസ നബിയേ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന, പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന, തൗബ ചെയ്യാത്ത ഒരു മനുഷ്യൻ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നബിയേ. അവനോട് പോകാൻ പറ, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. മൂസാ നബി വിളിച്ചു പറയുന്നു, ജനങ്ങള് 40 വർഷമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാള് ഈ മജ്ലിസിലുണ്ട്. ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ, ആ മനുഷ്യനും എഴുന്നേറ്റ് പോകണേ. അവിടെ നിന്ന് പറയുമ്പോ മൂസാ നബി വിളിച്ചു പറയുമ്പോ എല്ലാവരും നോക്കുകയാ, ആരാ എഴുന്നേക്കുന്നത്? 40 കൊല്ലം കൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവനാരാ? എല്ലാവരും നോക്കുന്നു, ഒരാളും എഴുന്നേക്കുന്നില്ല, ഒരാളും എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, ആ പാപിയായ മനുഷ്യനും ഉണ്ട്. അവൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാ നാണം കെട്ടു പോകുമല്ലോ അല്ലാ, എല്ലാരും എന്നെ അറിയുമല്ലോ അല്ലാ.
ഞാൻ എത്രയും വലിയ പാപിയാണോ അല്ലാ, ഞാൻ എത്രയും വലിയ പാപിയാണോ അല്ലാ. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? രണ്ട് തലയും അങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുവേ പാപമാ അല്ലാ, നന്ദി കേടാ അല്ലാ, ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവന്, ഞാൻ സമ്മതിക്കുന്ന പടച്ചവന്, ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്ന പടച്ചവന്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുത്തു, തരില്ല മഴ, ദുആ സ്വീകരിക്കില്ല മഴ. കാരണം അങ്ങയുടെ മുമ്പിൽ 40 കൊല്ലമായിട്ട് അള്ളാനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്, അവൻ എഴുന്നേറ്റ് പോകാൻ പറ, അവന് എഴുന്നേറ്റ് പോകാൻ പറ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു, 40 കൊല്ലമായി അള്ളാനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്, എഴുന്നേറ്റ് പോകണേ. ആരും എഴുന്നേറ്റ് പോയില്ല. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ ഞാൻ എഴുന്നേറ്റ് പോയാ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ അംഗീകരിച്ചു. അള്ളാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ, ഇനി ഒരു കാലത്തും നിന്നെ മറന്ന് ഞാൻ നടക്കില്ല പടച്ചവനെ, നീ എനിക്ക് പുറത്തു തരണം, എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ മഴ തരണം തമ്പുരാനെ. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, എൻ്റെ തൗബ നീ സ്വീകരിച്ചാൽ അള്ളാഹുവേ മഴ തരണം. ആകാശത്ത് കാർമേഘം വന്നു, ആകാശത്ത് കാർമേഘം വന്നു. ജനങ്ങൾ മുഴുവനും മഴയുടെ അടയാളം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങി. മൂസാ നബി ചിന്തിച്ചു, റബ്ബേ ആരും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? ഞാൻ ദുആ ചെയ്തില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല, പിന്നെങ്ങനെ മഴ കിട്ടി? അപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മൂസാ ആ മനുഷ്യൻ തൗബ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ അള്ളാഹു മഴ നൽകിയതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ പറഞ്ഞ ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം അള്ളാഹിനോട് തൗബ ചെയ്യാൻ. വാപ്പാ മരണം എപ്പോഴാ വരുന്നതെന്നറിയില്ല, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അപ്പം തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യണ്ടേ? തൗബ ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണോ? അപ്പം എപ്പോഴാ മരിക്കുന്നേ? അപ്പം എപ്പോഴാ മരിക്കുന്നേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ എപ്പോഴാ മരിക്കുന്നേ? അല്ലാഹു അഅലം. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരാളുടെ മരണം എപ്പോഴാണെന്ന് അള്ളാഹിനെ അറിയൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയാണോ, വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണോ, നാളെയാണോ, എപ്പോഴാണോ, അള്ളാഹുവിനെ അറിയൂ. അതുകൊണ്ട് നീ തൗബ പിന്തിപ്പിക്കരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, കരഞ്ഞ് ദുആ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ആ അസ്തഗ്ഫിറുല്ലാഹ് മതി നിന്റെ പാപം പൊറുക്കാൻ. അതൊരു വലിയ തൗബയാ. അള്ളാഹു നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. എത്ര വട്ടം? എത്ര വട്ടം? ഉറക്കെ പറ, എത്ര വട്ടം? ഒരു ദിവസം 70 പ്രാവശ്യം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്. നബിതങ്ങൾ പറഞ്ഞു 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അപ്പൊ ചോദിച്ചു, എന്താ നബിയെ 70ന്റെ പ്രത്യേകത? എന്താണ് 70ന്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത 700 പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയന റസൂലുള്ളാഹി. 70ന് 700, 70ന് 700 പാപം അള്ളാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൗബ ചെയ്യണേ മോളെ. പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ഒരുപാട് പാപം ചെയ്തവരാ.
ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ, കള്ളു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. അല്ലാഹുവേ, മഴ പെയ്യുന്ന മജ്ലിസാ, ദുൽഹജ്ജ് മാസമാ, ഹാജിമാര് റബ്ബിന്റെ കഅബാലയത്തിന്റെ മിനായിലാ, ആ പുണ്യമിനായിലോ ലക്ഷക്കണക്കിന് ഹാജിമാര് ലബ്ബൈക പറയുന്ന രാവാട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തൗബ ചെയ്തിട്ട് വേണം നമുക്കിവിടെ നിന്ന് പിരിയാ. നാഥാ, തൗബ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകർ കടന്നു വരികയാണ്, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നിങ്ങളുടെ പൈസ അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. അല്ലാഹുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ, അല്ലാഹുവാണ് നിനക്ക് തരുന്നത്. അതുകൊണ്ട് ഇന്ന് നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇവിടെ പരിസരത്തല്ലേ താനൂര്, ബോട്ടപകടത്തിൽ എന്തൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാണ്. ഒരു കുടുംബത്തിലെ 11 പേരെ ഒറ്റയ്ക്ക് കബറടക്കുന്നത് കണ്ടില്ലേ? എന്തേ പഠിക്കാത്തത്? ഓരോ ദിവസവും ആക്സിഡന്റിന്റെ വാർത്ത വായിക്കുന്നവരല്ലേ? എത്ര മരണമാ കാണുന്നത് വാപ്പാ. ഇന്ന് ഞാൻ വാഴ്ന്നിന് വന്നപ്പോ സംഘാടകൻ ഉസ്താദേ പേപ്പർ കാണിച്ചു തന്നിട്ട് പറയുന്നു, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. വായിലെ ക്യാൻസർ വന്നവര്, തൊണ്ടയിലെ ക്യാൻസർ വന്നവര്, പിടച്ചവനെ ഒരു ചെറുപ്പക്കാരന്റെ നാവൊന്ന് പഴുക്കുകയാണ്. തിരുവനന്തപുരം RCCയിൽ കൊണ്ടുചെന്നോ, നാക്ക് മുറിച്ചു മാറ്റാ പറഞ്ഞിരിക്കുകയാ. പിടച്ചവനെ, ഒരു സഹോദരി വിളിച്ചിട്ട് പറയുന്ന, ഉസ്താദേ ഉമ്മയുടെ മലദ്വാരത്തിലെ ക്യാൻസറാ, എന്റെ ഉമ്മയ്ക്കറിയില്ല, ദുആ ചെയ്യണേ. ഇതുപോലെ ഒരുപാട് പേര് മാരകമായ രോഗങ്ങള്. ഇന്നൊരു കുടുംബത്തിലൊരു ക്യാൻസർ രോഗിയുണ്ടോ, ഒരു കുടുംബത്തിലൊരു കിഡ്നി രോഗമുള്ളവരുണ്ടോ. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ. വാട്സപ്പിൽ നീ വീഡിയോ കാണുന്നവരാ, രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുത്തിട്ട് ഭാര്യയും മക്കളും അടുത്ത് നിന്നുകൊണ്ട് കരയുകയാ. ഷെയർ ചെയ്യണേ, സഹായിക്കണേ വാപ്പാ. അങ്ങനെ വീഡിയോ എടുക്കുന്നവരവസ്ഥ വരാതിരിക്കാൻ, അങ്ങനെ വീഡിയോ എടുക്കേണ്ടവരവസ്ഥ വരാതിരിക്കാൻ പടച്ചവനെ, നിങ്ങൾക്കൊരു സദഖ കൊടുത്തുകൂടെ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞാൻ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്ന, ഉസ്താദേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സഹോദരിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഉസ്താദ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നു സഹോദരി കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അല്ലാഹുവേ, ശിവ കൊടുക്കണേ അല്ലാ, ശിവ കൊടുക്കണേ അല്ലാ. പെങ്ങളെ, വാഴകളിന്ന് തിരിച്ച് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന വടിയിലൂടെ നടന്നു പോകുമ്പോ ഒരപകടം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെ തട്ടി മാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം